ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പം ഞാനിന്ന് ഒരു വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ ശനിയാഴ്ച വീട്ടിലെ കുറച്ച് കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ കുക്കിംഗ് അല്ലാതെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഗോതമ്പ് നുറുക്കും പയറും വെച്ചിട്ടുള്ളൊരു കഞ്ഞിയാണ്. പിന്നെ നമ്മളിപ്പോൾ നെല്ലിക്കരിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത് എനിക്ക് അരിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളും. പിന്നെ എനിക്ക് കുറച്ച് തയ്ക്കാനുള്ള പരിപാടികളുണ്ട്, കുറച്ച് എഡിറ്റിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പരിപാടികളൊക്കെ തുടങ്ങാം. അതിന് മുമ്പായിട്ട് ജോലി തുടങ്ങുന്നതിന് ഏറ്റവും മുമ്പ് ഞാൻ ചെയ്യുന്നത്, കിച്ചണിൽ കയറി ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു ഏപ്രിൽ ഇടും. അപ്പം പിന്നെ നമ്മുടെ ഡ്രസ്സൊന്നും കേടാവില്ല, ഡ്രസ്സിലൊന്നും അഴുക്ക് വരില്ല, നനവ് വരില്ല. അപ്പം ഞാനെപ്പോഴും ഒരു ഏപ്രിൽ കരുതും എൻ്റെ കയ്യിൽ. അപ്പം ഇനി ഏപ്രിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ജോലികളൊക്കെ തുടങ്ങാം. അപ്പോൾ ഏപ്രിൽ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഡ്രസ്സൊന്നും അനകി അഴുക്ക് പിടിക്കുകയൊന്നുമില്ല. കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ഗോതമ്പ് നുറുക്കാണ്. അത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെറുപയറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുപയർ ഗോതമ്പ് നുറുക്കെടുത്ത അതേ അളവിൽ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വരാം. ഇപ്പോൾ ഗോതമ്പ് നുറുക്കും ചെറുപയറും നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. കഴുകിയതിന് ശേഷം ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. വെള്ളം കഞ്ഞി ആയതാണ് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് സമയം കുതിരാനായിട്ട് മാറ്റി വെക്കാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കുക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പ്രഷർ കുക്കറിലായതുകൊണ്ട് വേഗം വെന്ത് കിട്ടും. കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മഞ്ഞളും വെളുത്തുള്ളിയെല്ലാം ചേർക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ കൊറോണ കാലത്തൊക്കെ നമ്മളിങ്ങനെ ഇതുപോലെയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി കുക്കർ മൂടി ഇതൊന്ന് വേവിച്ചെടുക്കണം. കുക്കർ സ്റ്റവിൽ വെച്ചതിന് ശേഷം ആദ്യത്തെ വിസിൽ വന്നു കഴിയുമ്പോഴത്തേക്കും സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5-6 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. അപ്പോൾ കഞ്ഞി നന്നായിട്ട് വെന്ത് കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കഞ്ഞി വെക്കാൻ ഉപയോഗിക്കുന്ന കുക്കറത്ത് വലുതായിരിക്കണം. അല്ലെങ്കിൽ വിസിൽ വരുമ്പോഴത്തേക്കും വെള്ളമൊക്കെ ചിലപ്പോൾ പുറത്തേക്ക് ചാടി വരാൻ ചാൻസ് ഉണ്ട്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു 5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ്. ഇപ്പോൾ കഞ്ഞി ഞാൻ സ്റ്റവിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ കുറച്ച് എഡിറ്റിങ്ങിൻ്റെ ജോലിയിലൊക്കെ പോകും. അപ്പോൾ ഇന്ന് ലഞ്ചിനെന്ന് പറഞ്ഞാൽ എനിക്ക് ഫിഷ് മുളകിട്ടതുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ, അതുണ്ട്. പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു വഴുതനങ്ങ മെഴുക്ക് പുരട്ടി മാത്രം ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അതാണ് എനിക്ക് കുറച്ച് സമയം കിട്ടി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാനായിട്ട്. കുറച്ച് ക്ലീനിങ് ഉണ്ട്, അതുപോലെ തന്നെ എഡിറ്റിംഗ് ഉണ്ട്, കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഇന്ന്. അപ്പോൾ നമുക്കതൊക്കെ കാണാം. ഇത് നാരങ്ങയുടെ തൊലി ഞാൻ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഞങ്ങൾ ഇന്ന് രാവിലെ നാരങ്ങ വെള്ളമാണ് കുടിക്കുന്നത്. അപ്പോൾ 2 നാരങ്ങ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ തൊലി ഞാൻ വലിച്ചെറിഞ്ഞ് കളയാതെ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചതിന് ശേഷം ഉപ്പുപൊടിയുമായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കും. എല്ലാ ദിവസവും ഒന്ന് കുലുക്കിയൊക്കെ കൊടുക്കണം. അപ്പോൾ എല്ലാ ദിവസവും ഉള്ളത് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. എല്ലാ ദിവസവും കുപ്പി ഒന്ന് കുലുക്കി അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ പൂപ്പലൊക്കെ വരും. ഞാൻ പൂപ്പലൊന്നും പെട്ടെന്ന് വരാതിരിക്കാൻ വേണ്ടി 2 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി മാറ്റി വെക്കാം. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നാരങ്ങയുടെ തൊലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്കതെടുത്തിട്ട് അച്ചാർ ഉണ്ടാക്കാം. ഇവിടെ ഇരുന്നാണ് നമ്മുടെ വീഡിയോൻ്റെ എഡിറ്റിംഗ് ജോലികളൊക്കെ ഞാൻ ചെയ്യുന്നത്. എഡിറ്റിങ്ങും ഡബ്ബിങ്ങും എല്ലാം ഞാൻ മിക്കവാറും വെളുപ്പിനെയാണ് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നേരെ വെളുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകലൊക്കെ ഭയങ്കര സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ വീട് പണി അങ്ങനത്തെ ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും കൊട്ടും തട്ടൊക്കെ ആയിരിക്കും. പിന്നെ ഞാൻ സൗണ്ട് കൊടുക്കുന്നത് നമ്മളിതിനു മുമ്പ് ഇട്ട വിന്താലുവിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ്. കുറേ പേര് എന്നോട് യൂട്യൂബിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന്. ഞാൻ ഫിലിമോറയിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. കുക്കർ ഒരു 5-6 വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടതാണ്. ഇപ്പം എൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ കഞ്ഞിയെല്ലാം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ആ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഞാനിത് വേവിക്കാൻ വെച്ചപ്പോഴത്തേക്ക് ഉപ്പ് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കഞ്ഞിയിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരവിയതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കൈകൊണ്ട് നന്നായിട്ട് നിരട്ടി പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒന്നുമില്ലെങ്കിൽ പശുവും പാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് വേണമെങ്കിലും കഴിക്കാം.
എന്തായാലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നെയ്യിൽ ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ച് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ കഞ്ഞി റെഡി ആയി കഴിഞ്ഞാൽ ഈ കഞ്ഞി മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് ചമ്മന്തിയോ പിക്കിളോ പപ്പടമോ അല്ലെങ്കിൽ ഇതിൽ കറി കൂട്ടി വേണമെങ്കിലും കഴിക്കാം. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് അടുത്ത ജോലികളൊക്കെ തുടങ്ങുന്നത്. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ്റിംഗ് റൂമിലെ ചെയർ ബാക്കും അതുപോലെ കുഷൻ കവറൊക്കെ ഒന്ന് മാറ്റി റീഅറേഞ്ച് ചെയ്യലാണ്. ചെയർ ബാക്കെല്ലാം മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും സോഫയുടെ പുറത്തും അതിൻ്റെ അടുത്തുള്ള വിൻഡോയിലൊക്കെ കുറച്ച് നിറച്ച് പൊടി. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കുഷൻ കവറെല്ലാം മാറ്റിയതിന് ശേഷം പുതിയൊരു സെറ്റ് കുഷൻ കവർ എല്ലാത്തിനും ഇട്ട് ടീപ്പോയിൽ വെച്ചിരിക്കുന്ന അതിൻ്റെ വിരിയെല്ലാം മാറ്റി പുതിയതിട്ട് അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് ഈ സൈഡിലുള്ള സോഫയിലും കുഷൻ കവറെല്ലാം മാറ്റി അതുമെല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞ് അടുത്തതായി ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഓപ്പൺ ടെറസൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഇടണം. അവിടെയാണ് നമ്മുടെ മുന്തിരിച്ചെടിയൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഇലകളും പുറത്തുനിന്നുള്ള പൊടിയെല്ലാം എന്നും ആവും. അപ്പം എന്നും അത് അടിച്ച് ക്ലീൻ ചെയ്തിടണം. ഇനി മാറ്റിയ കുഷൻ കവറും ചെയർ ബാക്കെല്ലാം ഞാൻ വാഷിംഗ് മെഷീനിൽ കൊണ്ട് കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട്. വീണ്ടും ഞാൻ കിച്ചണിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ പരിപാടികൾ നോക്കണം. ഇപ്പോൾ ലഞ്ചിനുള്ള മീൻ കറിയാണ്. അത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ്. അതൊക്കെ ഒന്ന് ചൂടാക്കി വെക്കുകയാണ്. ഇനി വഴുതനങ്ങ മെഴുക്കുപുരട്ടി ഉണ്ടാക്കണം. അതിനുള്ള വഴുതനങ്ങ ഞാനിവിടെ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാനത് വെള്ളത്തിലൊന്നും ഇടില്ല. അതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി വെക്കും. അപ്പോൾ വഴുതനങ്ങയിലുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് വരും. കുറച്ച് സമയം വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ് നമ്മുടെ മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്നത്. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലും ഉണക്കമുളകും ചേർത്ത് മൂപ്പിക്കണം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവാളയോ ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കണം. ഞാനിവിടെ ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ്. ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ്. ഉള്ളി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഉള്ളിയെല്ലാം അത് സോഫ്റ്റ് ആയി ചെറുതായിട്ട് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്തതിന് ശേഷം സ്റ്റൗവിൽ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണം മാറുന്നവരും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതങ്ങ കൈകൊണ്ട് നന്നായിട്ട് നേരടി പിഴിഞ്ഞതിന് ശേഷം അതിന്റെ വെള്ളമെല്ലാം കളഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പാൻ മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്യണം. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മൂടി വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി. വഴുതനങ്ങ പാകമായി വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ നെല്ലിക്കരിഷ്ടം അരിക്കാൻ പോവുകയാണ്. നെല്ലിക്കരിഷ്ടം കെട്ടി വെച്ചിട്ട് 41 ദിവസം കഴിഞ്ഞ് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാനിത് അരിച്ചെടുക്കുകയാണ്. ഒരു പാനിലേക്ക് ഒരു അരിപ്പ് വെച്ചതിന് ശേഷം ഞാൻ നെല്ലിക്കരിഷ്ടം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നെല്ലിക്കരിഷ്ടം ഈ കാണുമ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കുപ്പിയിലാക്കി വെക്കുകയാണ്. അപ്പം ഞാൻ വൈൻ ഇതുപോലെ ഒരു കുപ്പിയിലിട്ട് വെച്ചപ്പോൾ ഒത്തിരി പേരിനോട് ഡൗട്ട് ചോദിച്ചായിരുന്നു കുപ്പി എവിടെ നിന്നാണ് വാങ്ങിയതെന്ന്. ഞാനിത് കുപ്പി ഐക്യയിൽ നിന്ന് വാങ്ങിയതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ആമസോണിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇനി അരിഷ്ടം നമുക്ക് മൂടി മാറ്റി വെക്കാം. ഇനി നമ്മുടെ വഴുതനങ്ങ പാകമായിട്ടുണ്ടെന്ന് നോക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വഴുതനങ്ങ ഇത്തിരി കൂടി വേകാനുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യണം. ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകരുത് നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. ഇപ്പോൾ വഴുതനങ്ങ മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഞാൻ ചെയ്യുന്നത് കുക്കിങ്ങിന് ഉപയോഗിച്ച പാത്രങ്ങൾ പ്രഷർ കുക്കറെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി വെക്കും. പാത്രമെല്ലാം കഴുകി കഴിഞ്ഞ് വാഷ് ബേസിനും കൂടെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിടണം. അതിന് ശേഷം ഞാൻ പോയി കുളിക്കും. അത് കഴിഞ്ഞിട്ടാണ് ലഞ്ചൊക്കെ കഴിക്കുന്നത്. ഇപ്പം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് എത്തി. സമയം ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വഴുതനങ്ങ മെഴുക്ക് പുരട്ടി, മീൻ കറി, ഫിഷ് ഫ്രൈ, ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടികൾ.
ലഞ്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം കിടക്കാറുണ്ട്. അതിന് മുമ്പായി എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുർത്തയാണ്. ഇത് പ്ലെയിൻ കുർത്ത ഞാൻ കുറച്ച് നാൾ മുമ്പ് വാങ്ങിയതാണ്. അപ്പോൾ അതിൽ ഞാൻ എംബ്രോയിഡറി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കടായി കമൽ എന്ന് പറഞ്ഞ സ്റ്റിച്ചാണ്. അപ്പോൾ ഇത് കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫുൾ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. കുറച്ച് നേരം എംബ്രോയിഡറി ചെയ്തതിന് ശേഷം പേപ്പറൊക്കെ എടുത്തൊന്ന് ഓടിച്ച് നോക്കും. അതിന് ശേഷം ഒന്ന് 10 മിനിറ്റ് പോയി കിടന്നുറങ്ങും. കൂടുതൽ സമയമൊന്നും ഉറങ്ങില്ല, ഒരു 10 മിനിറ്റ് കിടന്നുറങ്ങും. ഇത്രയും പരിപാടികളൊക്കെയാണ് ഇന്ന് ഞാൻ ചെയ്തത്. അപ്പോൾ ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് കരുതുന്നു. നമ്മൾ കുറച്ച് വെളുപ്പിന് എണീറ്റതിന് ശേഷം ഇതുപോലെ എല്ലാ ജോലികളും അടുക്കും ചിട്ടോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെല്ലാ പണികളും പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഹെൽത്തി കഞ്ഞിയും വഴുതനങ്ങ മെഴുക്കുപുരട്ടിയൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഇതുപോലുള്ള എൻ്റെ വീട്ടുകാര്യങ്ങളും അതുപോലെ നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.